അപ്പോൾ നമുക്കിനി ചിക്കൻ കറി വെക്കാം. ആദ്യമായി അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഉരുളി വെക്കുക. അതിനുശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളി വഴങ്ങി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരുന്ന കിഴങ്ങും തക്കാളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളിയെല്ലാം വഴങ്ങി വന്നതിന് ശേഷം പൊടികളായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പെല്ലാം വെന്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് ശകലം ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നന്നായി തിളച്ച് വരുവാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.